വാഹന വ്യവസായ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകൾ കീഴടക്കുന്ന കാലം അതിവിദൂരമല്ല. മുൻനിര വാഹന നിർമ്മാതാക്കളായ ടെസ്ല, മെഴ്സിഡസ് ബെൻസ്, ഓഡി, ഹുണ്ടായി, മഹീന്ദ്ര, ഷെവർലെറ്റ്, BMW എന്നിവയെല്ലാം ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അവയ്ക്കെല്ലാം മികച്ച വിൽപ്പനയുമുണ്ടെന്നും നമുക്കറിയാം. ഇലക്ട്രിക് വാഹനങ്ങൾ പുതിയ കണ്ടുപിടുത്തമാണെന്ന് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ 1800-കൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലുണ്ട്. പക്ഷേ ആരാണ് ആദ്യമായി ഇലക്ട്രിക് വാഹനം അഥവാ EV നിർമ്മിച്ചെന്നതിന് കൃത്യമായ ചരിത്രമില്ല. 1828-ൽ ഹംഗേറിയൻ ഇൻവെന്ററായ ആൻയോസ് ജോഡ്ലിക് ഇലക്ട്രിക്കൽ പവർ കൊണ്ട് പ്രവർത്തിക്കുന്ന സ്കേറ്റ് ബോർഡിന്റെ ആകൃതിയിലുള്ള ഒരു കാർട്ട് നിർമ്മിച്ചതോടെയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ തുടക്കം എന്ന് കരുതപ്പെടുന്നു. പിന്നീടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു പ്രേരണയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഇലക്ട്രിക്കൽ കാർട്ട്. ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിച്ച കാർട്ടിന്റെ ആകൃതിയിലുള്ള ആദ്യത്തെ ഇലക്ട്രിക് കാർ നിർമ്മിച്ചത് 1841-ലാണ്. 1899 ഏപ്രിൽ 29-ന് ബുള്ളറ്റ് ഷേപ്പുള്ള ലാജമീസ് ഖണ്ഡന്റെ എന്ന ഇലക്ട്രിക് വാഹനം മണിക്കൂറിൽ 100 കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് നിലവിലുള്ള റെക്കോർഡുകൾ തകർത്തു. ശേഷം അമേരിക്കയിലെ പ്രശസ്തനായ ഇലക്ട്രിക് വെഹിക്കിൾ ഡിസൈനറായ വാൾട്ടർ ബേക്കർ 130 കിലോമീറ്റർ സ്പീഡിലെത്തി ഈ റെക്കോർഡ് ഭേദിച്ചു. ഈ മേഖലയിലെ മറ്റൊരു നേട്ടം രേഖപ്പെടുത്തിയത് ബോർലൻ ഇലക്ട്രിക്കിന്റെ ഇലക്ട്രിക് കാറാണ്. സിംഗിൾ ചാർജിങ്ങിന് ശേഷം ചിക്കാഗോയിൽ നിന്ന് മിൽവോക്കി വരെ 167 കിലോമീറ്റർ സഞ്ചരിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും റീചാർജിങ്ങിന് ശേഷം ആ കാർ ചിക്കാഗോയിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. ഇതിന്റെ ശരാശരി സ്പീഡ് മണിക്കൂറിൽ 55 കിലോമീറ്റർ ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ കാര്യമായി നിരത്തിലിറങ്ങാൻ തുടങ്ങിയത്. 1920-കൾ വരെ US-ലും ശേഷം 40-കൾ വരെ ജർമ്മനിയിലുമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. 1947 മുതൽ ഇംഗ്ലണ്ടിലും ഇവ വ്യാപകമായി തുടങ്ങി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഗ്യാസോലൈൻ വാഹനങ്ങളുടെയും റേഞ്ചും സ്പീഡും ഏകദേശം ഒരുപോലെയായിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ വലിയൊരു പോരായ്മ അതിന്റെ സങ്കീർണമായ ചാർജിംഗ് സംവിധാനമായിരുന്നു. 1906-ൽ ഉപയോഗിക്കാൻ താരതമ്യേന എളുപ്പമുള്ള ഒരു റെക്ടിഫയർ കണ്ടുപിടിച്ചെങ്കിലും റീചാർജിംഗ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ അതിനും കഴിഞ്ഞില്ല. 1900 മുതൽ 1910 വരെ സ്റ്റീം എഞ്ചിനുള്ള ഇലക്ട്രിക് കാറുകളും സാധാരണ കാറുകളും വ്യാപകമായി. ആ സമയം US-ലുണ്ടായിരുന്ന കാറുകളിൽ 38% ഇലക്ട്രിക് മോട്ടറും 40% സ്റ്റീം എഞ്ചിനും 22% ഗ്യാസോലൈനും കൊണ്ട് പ്രവർത്തിക്കുന്നവയായിരുന്നു. കൂടാതെ ഇലക്ട്രിക് ചരക്ക് വാഹനങ്ങളും ഇലക്ട്രിക് ഓംനി ബസ്സുകളും നിരത്തിലിറങ്ങാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലും കാര്യമായ മാറ്റങ്ങൾ തന്നെയാണ് വന്നത്. 1960-കളിലെ ഓട്ടോമൊബൈൽ ട്രാൻസ്പോർട്ട് കൊണ്ടുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലവും 70-കളിലെ എനർജി ക്രൈസിസിന്റെ ഫലമായുണ്ടായ ഇന്ധനവില വർധനവ് മൂലവും വീണ്ടും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയമേറി. എന്നാൽ 1982-ന് ശേഷം ഇലക്ട്രിക് വാഹനങ്ങളിലുള്ള താൽപ്പര്യം വീണ്ടും കുറയാൻ തുടങ്ങി. ഇന്ധന വിപണിയിൽ വന്ന മാറ്റങ്ങളും രാസോർജ സ്രോതസ്സുകളുടെ കുറവുമായിരുന്നു ഇതിന് കാരണം. ആവശ്യത്തിന് രാസോർജ സ്രോതസ്സുകൾ ഇല്ലാതിരുന്നത് പൈലറ്റ് ബാച്ചുകളുടെ മോശം പ്രകടനത്തിന് കാരണമായി. 1990-കളുടെ തുടക്കത്തിൽ US-ലെ മലിന പ്രദേശങ്ങളിൽ ഒന്നായി കാലിഫോർണിയ മാറി. അതുകൊണ്ട് തന്നെ കാലിഫോർണിയ എയർ റിസോഴ്സ് ബോർഡ് 1998-ൽ കാലിഫോർണിയയിൽ വിറ്റഴിക്കുന്ന 2% കാറുകൾ എമിഷന് കാരണമാകില്ലെന്നും 2003-ഓടുകൂടി 10% കാറുകൾ ഇത് ബാധകമാണെന്നും വ്യക്തമാക്കി. ഈ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ മോട്ടോഴ്സ് EV1 രംഗത്തിറക്കി. ഇതിനെ തുടർന്ന് 1996-ൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വൻ ഉൽപാദനമാണ് നടന്നത്. ജനറൽ മോട്ടോഴ്സിനോടൊപ്പം തന്നെ മറ്റു പല ഓട്ടോ മേക്കേഴ്സും കാലിഫോർണിയയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുവാൻ തുടങ്ങി. ഹോളിവുഡ് ബൊഹീമിയൻ ഓഡിയൻസ് ആയിരുന്നു EV1ന്റെ ഉപഭോക്താക്കൾ. 1997 മുതൽ കാലിഫോർണിയയിൽ വിവിധ നിർമ്മാതാക്കളിൽ നിന്നായി ഏകദേശം 5500-ഓളം ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റു. സീറോ എമിഷൻ റിക്വയർമെന്റ് എന്ന ആശയത്തിൽ വീഴ്ച വന്നതോടെ 2022-ൽ നിർമ്മിച്ച ഏകദേശം എല്ലാ ഇലക്ട്രിക് കാറുകളും കണ്ടുകെട്ടുകയും നശിപ്പിക്കുകയും ചെയ്തു.
ടൊയോട്ടയുടെ ഇലക്ട്രിക് RAV4 മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഡിമാൻഡ് കൂടി വരികയാണ്. 2008 അമേരിക്കൻ ഓട്ടോമൊബൈൽ കമ്പനിയായ ടെസ്ല മോട്ടോഴ്സ് ടെസ്ല റോഡ്സ്റ്റർ സ്പോർട്സ് കാർ പുറത്തിറക്കി. മറ്റ് സാധാരണ കാറുകൾ പോലെ തന്നെ കാര്യക്ഷമമാണ് ടെസ്ല റോഡ്സ്റ്ററും. 2010 മെയ് 23 ജപ്പാൻ ഇലക്ട്രിക് വെഹിക്കിൾ ക്ലബിന്റെ ഡയാറ്റ്സു മിറ EV ഇലക്ട്രിക് കാറാക്കി മാറ്റി. സിംഗിൾ ബാറ്ററി ചാർജിൽ അത് 1003 കിലോമീറ്റർ ഉപയോഗിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. 2010 ലിഥിയം അയോൺ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് കാറായ വെഞ്ചൂറി ജാമീസ് കോണ്ടന്റെ ഓഡി A2 മൈക്രോ വാനിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുത്ത ലെക്കർ മൊബൈൽ നിസാൽ ലീഫ്, 2013 നിർമ്മിച്ച സോയിഡ് RC റേസിംഗ് ഇലക്ട്രിക് കാർ, അങ്ങനെ പുതിയ മോഡൽ വാഹനങ്ങൾ രംഗത്തിറങ്ങി. എന്തു തന്നെയായാലും ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു പരിധിവരെ മലിനീകരണം ഒഴിവാക്കും എന്നതിനാലും യാത്രാ ചെലവ് കുറയ്ക്കും എന്നതിനാലും ഇവയായിരിക്കും ഇനി ഭാവിയിൽ വ്യാപകമാകാൻ സാധ്യത.